ഞങ്ങളിന്ന് മലയാള സിനിമയിലെ അതുല്യ കലാകാരൻ കോഴിക്കോട് നാരായണൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നതാണ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പഴയ മോഹൻലാലും എല്ലാരും വിളിക്കാറുണ്ട്. ചേട്ടന് അഭിനയിച്ചതിലും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? അഭിനയിച്ചതിലും വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട തുടക്കത്തിൽ വന്നപ്പോ ഉള്ള സംഭവം. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ. എന്റെ ആദ്യത്തെ പടമാണ്. ആദ്യത്തെ പടത്തിന്റെ സിനിമ പേരെന്താ പറഞ്ഞേട്ടാ? ആദ്യത്തെ സിനിമയുടെ പേരെന്താ പറഞ്ഞ? എന്റെ പേര് കിട്ടുന്നില്ല. എത്ര അല്ല എന്താണ് അഭിജാത്യത്തെ അഭിജാത്യം. എത്ര വയസ്സിലാ സിനിമയിലേക്ക് വന്നത്? 40 വയസ്സിലൊക്കെ. ആദ്യ സിനിമ 40 വയസ്സാവുമ്പോ? ആദ്യ സിനിമയിൽ ഏട്ടൻ അഭിനയിക്കുമ്പോ എത്ര വയസ്സുണ്ട്? 30 വയസ്സാ. എങ്ങനെയാ സിനിമയിലേക്ക് എത്തുന്നത്? കോഴിക്കോട് തന്നെയായിരുന്നു വീട്? വീട് മുംബൈ കോഴിക്കോട് തന്നെയായിരുന്നു. എങ്ങനെയാ സിനിമയിലേക്കുള്ളത്? നാടകത്തിലൂടെയാണോ? നാടകം. ഈ കുതിരവട്ടം പപ്പുച്ചേട്ടന് അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നോ? കുതിരവട്ടം പപ്പുച്ചേട്ടൻ അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നോ? ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടോ? ഒരുമിച്ച് ധാരാളം പടങ്ങൾ. സിനിമയിലെ സൗഹൃദങ്ങളെ കുറിച്ച് ഇപ്പോഴും ബന്ധം ഉണ്ടോ? എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം തന്നെയാണ്. പുതിയ ഏതെങ്കിലും സിനിമകളൊക്കെ കാണാറുണ്ടോ? പുതിയ മലയാള സിനിമ അങ്ങനെ സിനിമ കാണാറില്ല. ഒരു വീട് കൂടി ഉണ്ട്, അവിടെ വന്ന് നിൽക്കും. അത് ഞാൻ കോഴിക്കോടാണ്. ഇതിപ്പോ ചേട്ടന്റെ സ്വന്തം വീട് തന്നെ? ഇത് ഞാൻ എടുത്തത് എന്റെ വീട്. മറ്റേത് അവിടേക്ക് സ്വന്തം വീട് തന്നെയാണ്. ഇപ്പം പുതിയ മലയാള നടന്മാരെയൊക്കെ പരിചയമുണ്ടോ? ടോവിനോ, ദുൽഖർ സൽമാൻ, അങ്ങനത്തെ ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ, അങ്ങനത്തെ ആ ഒരു പുതിയ തലമുറ പരിചയമില്ല അല്ലെ? മമ്മൂട്ടി സാറിന്റെയും മോഹൻലാൽ സാറിന്റെയും ഒക്കെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അവരെ കൂടെ അഭിനയിച്ചപ്പോഴും എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ചേട്ടൻ? എന്തെങ്കിലും നല്ല നിമിഷം ഉണ്ടാവുമല്ലോ. മോഹൻലാൽ സാർ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ലാസ്റ്റ് എന്നായിരുന്നു കണ്ടുമുട്ടിയിരുന്നു? ഈ അടുത്ത് എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ല. ഇവിടെ വന്നാൽ ഇവിടെ വരാതിരിക്കാൻ എന്നെ വിളിക്കാതിരിക്കില്ല. ആണോ? അങ്ങനെയാണ്. അപ്പൊ ഞാനവിടെ അടുത്ത് വന്നപ്പം ഞാൻ അങ്ങോട്ട് പോയി. ആണോ? എവിടെ? ഇവിടെ എവിടെയാണ് ഹോൾട്ടാണ് നിൽക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. അല്ല അത് വേണ്ട, ടേഷൻ അങ്ങോട്ട് വരണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി. സന്തോഷമായി അത്. അതന്നെ. ചേട്ടൻ പുറത്തേക്കൊക്കെ പോകാറുണ്ടോ? നടക്കാനൊക്കെ ഇറങ്ങോ? വെയിലൊക്കെ പോകാൻ ഉള്ള സമയത്ത് ഇറങ്ങാറ്. ഒക്കെ വെയിൽ തന്നെയാണ്. നല്ല വെയിലാണ് ഇപ്പം. നട്ടുച്ച കഴിഞ്ഞാലും വെയിൽ തന്നെയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒക്കെ സിനിമകൾ കണ്ടിട്ട് അതൊക്കെ റിയലിസ്റ്റിക് ആണെന്ന് വിചാരിച്ച ഒരു സമയമായിരുന്നു. കാരണം ചേട്ടൻ്റെ അഭിനയവും അത്ര പ്രകടനങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരു ചെറിയൊരു ദേഷ്യവും ഒക്കെ തോന്നിയ ഒരു ഇതായിരുന്നു. മാമുക്കോയങ്ങളൊക്കെ ഒരുമിച്ച് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നോ? ചേട്ടൻ്റെ പഴയ സിനിമകളൊക്കെ കാണാറുണ്ടോ? എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാം. അവരൊക്കെ സിനിമകൾ കണ്ടിട്ട് എന്ത് പറയുന്നു? കുഴപ്പമൊന്നുമില്ല. അല്ല, അവരൊന്നും ഇതിലേക്ക് വന്നിട്ടില്ല. മക്കള് സിനിമ ഫീൽഡിലേക്ക് ആരും വന്നിട്ടില്ല അല്ലേ? ഞാൻ പിന്നെ അവരുടെ പഠിപ്പ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിന് ടിക്കറ്റ് പിടിച്ചിട്ടുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ. ചേട്ടൻ മുമ്പൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോ തിരക്കഥയൊക്കെ മുന്നേ കിട്ടുമോ, അല്ലെങ്കിൽ നേരിട്ട് അവിടെ പോയിട്ട് അവര് കഥാപാത്രങ്ങൾ പറഞ്ഞു തന്ന്? അന്നൊക്കെ ചെറിയ ഇതല്ലേ, അപ്പൊ അത് ഒരു ഔട്ട്ലുക്ക് പറഞ്ഞു തരും. അത് അവിടെ എത്തിയിട്ട് നമ്മളത് ഇതൊക്കെ അവര് അപ്പോഴാണ് ചെയ്തിട്ടുണ്ടാവുക.
ചേട്ടൻ ഇപ്പൊ നാട്ടിലെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? നാട്ടിലെ പരിപാടികൾക്കൊക്കെ പോകാറുണ്ടോ? ആ ചിലപ്പോ എവിടെയും പോവാറുണ്ട്. പോകാനൊക്കെ ഇഷ്ടമുണ്ടോ എപ്പോഴും? ഉണ്ട്. അദ്ദേഹത്തിന് ഇതൊക്കെ നമുക്ക് വലിയൊരു ഇതല്ലേ. അവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ നമ്മളെ കൂടെ. അപ്പൊ അവരുടെ കാര്യം ചോദിച്ചിട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. മോഹൻലാലിന്റെ ഒക്കെ പടങ്ങള് ഞാൻ ധാരാളം ചെയ്തത് അത് തന്നെയാ. മോഹൻലാലിന്റെ കൂടെ ഒരുപാട് സിനിമകൾ. കോമഡി വേഷങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെ? ഉണ്ടല്ലേ? ഞാൻ കണ്ട സിനിമകളൊക്കെ കുറച്ചൊരു സീരിയസ് വേഷങ്ങൾ തന്നെയാണ് ഞാനും. പക്ഷേ സിനിമയിൽ സീരിയസ് ആണെങ്കിലും ജീവിതത്തിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്ര നേരിട്ട് കണ്ടപ്പോ ആ സീരിയസ്നെസ് ഒന്നും മുഖത്തോ സംസാരത്തിലോ ഒന്നും തോന്നുന്നില്ല. എങ്ങനെയാണ് ഈ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് എന്നെ ആളുകൾ എടുത്തു തുടങ്ങിയത്? നാടകങ്ങളിലും ഇങ്ങനെ സീരിയസ് കഥാപാത്രങ്ങളാണോ ചെയ്തത്? നാടകത്തിലോ? നാടകത്തില് സീരിയസ് ഒന്നും വേണമെന്നില്ല. ഇല്ല. നാടകത്തിൽ കോമഡി റോളുകളും സീരിയസ് റോളുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പക്ഷെ ഏറ്റവും കൂടുതൽ സീരിയസ്, സിനിമയിലെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങളാണ് കൂടുതൽ ചെയ്തത് അല്ലേ? ഇത് ചേട്ടന്റെ കുടുംബ ഫോട്ടോ ആണ്. പിന്നെ പഴയ ഒരു ഫോട്ടോ ഉണ്ട്. ഇതിൽ ലാസ്റ്റ് നിൽക്കുന്ന ഇതാണ് ചേട്ടൻ. എന്നാ ഞാൻ മെല്ലനെ ഇറങ്ങട്ടെ. പിന്നെ എപ്പോഴെങ്കിലും എപ്പോ വന്നാലും അവിടെ ഉണ്ടെങ്കിൽ. എന്നാ ചേട്ടാ ഞാൻ പോയിട്ട് വരാം. പിന്നെ എപ്പോഴെങ്കിലും വരുന്നുണ്ട്. ഓക്കെ എന്നാ. ഓക്കെ. ഫോട്ടോ എടുത്തോളാം. ശരി.